നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, നമ്മുടെ ഡെയിലി റിവ്യൂ. അപ്പോൾ ഇന്നലെ ഒരു ദിവസം ഇന്നലെ റിവ്യൂ നമ്മൾ സ്കിപ്പ് ചെയ്തു, സമയം കിട്ടിയില്ല, കുറച്ച് ചുറ്റുപാടുകളായതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ ഇല്ലാതിരുന്നത് കേട്ടോ. മെസ്സേജ് അയച്ച് ചോദിച്ചവർക്കൊക്കെ ബിഗ് താങ്ക്സ്. പിന്നെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ പെട്ടെന്ന് പറയാം, ചുരുക്കി പറയാം. അധികം ഒരുപാട് ഇൻസിഡൻസ് ഒന്നും ഇല്ല അല്ലേ വിധു? പക്ഷെ എന്നാലും ഉണ്ടോ പെട്ടെന്ന് തീർക്കാം, വല്ലാണ്ട് ലെങ്തി ആക്കാണ്ട് പോകാമെന്ന് വിചാരിക്കാം. സിബിനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നത്തെ മെയിൻ സംഗതി, ഇന്നത്തെ മെയിൻ ടോപ്പിക്ക് ശരിക്കും സിബിൻ്റെ സംഗതി തന്നെയായിരുന്നു, സിബിൻ പോയത് തന്നെയായിരുന്നു. അതിൽ കടക്കുന്നതിന് മുന്നേ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ജാസ്മിൻ വയ്യാതെ കിടക്കുന്നു, ഗബ്രി പിടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കൊണ്ടുപോയി, തീരെ വയ്യായിരുന്നു. ജാസ്മിൻ വൊമിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വേഗം വയ്യായി മാറിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പക്ഷെ രാത്രി ആയിരിക്കും ബെറ്റർ ആയിട്ടുണ്ട്. അതെ, ബെറ്റർ ആയിരിക്കും. ഇപ്പൊ നോക്കുന്ന സമയത്തൊക്കെ ബെറ്റർ ആയിരിക്കും, ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. അതായത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ആയതുകൊണ്ടാട്ടോ ഇപ്പൊ എന്ന് പറയാൻ കാരണം. ഇപ്പൊ രാത്രി ലൈവില് ഇപ്പൊ ബെറ്റർ ആയി ഗബ്രിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. അതെ, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ഒന്ന്. രണ്ടാമത്തത് ഫസ്റ്റ് പറയണം എന്താ വെച്ചാൽ, ഈ സിബിന് പണിഷ്മെന്റ് കൊടുത്തില്ലേ? സിബിനല്ലേ പണിഷ്മെന്റ് കൊടുത്തു, പാത്രം കഴുകാനുള്ള പണിഷ്മെന്റ് കൊടുത്തല്ലോ. അപ്പോൾ ഇവൻ കംപ്ലീറ്റ് ഒന്നും ഉണ്ടാതിരുന്ന് ഇങ്ങനെ പാത്രം കഴുകുന്ന ആ രാവിലെ കാണിച്ച സമയത്തൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അതിൽ പൊട്ടത്തരം ഓക്കെ ഇവക്കും ഇതിൽ അഭിപ്രായങ്ങളുണ്ട്, ഒരുപാട് പേർക്ക്. അത് ഞാൻ ചെയ്ത വീഡിയോ അതാണ്. സിബിന്റെ വരവും സിബിന്റെ പോക്കും കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണ്. സിബിന്റെ പോക്ക് മാത്രമല്ല, സിബിൻ ബിഗ് ബോസിലേക്ക് തന്നെ വരേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല. ഏഷ്യാനെറ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആശയം ഇവിടെ ഇവളോട് പറഞ്ഞപ്പോൾ തന്നെ ഇവളോട് പറഞ്ഞത് അല്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു തോന്നൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? സിബിൻ പോകാൻ കാരണം ഇങ്ങനത്തെ തോന്നലൊന്നുമല്ല. സിബിൻ പോകാൻ കാരണം ഒറ്റ എന്നേയുള്ളൂ. സിബിൻ ഒരുപാട് കാര്യം വന്ന ഉടനെ ആ ഹൗസിൽ ചെയ്തു, എല്ലാം നല്ല കാര്യമായിരുന്നു. നന്നായിട്ട് ഗെയിം എല്ലാവരും കളിക്കാൻ തുടങ്ങി, എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സിബിന് ഒരു അപ്രിസിയേഷനെങ്കിലും സിബിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പകരം ചെയ്തത് മുഴുവൻ തെറ്റ് എന്നുള്ള പോലെ. മാത്രമല്ല പിന്നെ സിബിനെ കുറിച്ചിട്ട് ഇത് പറയുന്ന സമയത്ത് അവിടെ ഓഡിയൻസ് ക്ലാപ്പ് ചെയ്തു. അത് ഇവർ ക്ലാപ്പ് ചെയ്യിച്ചതായിരിക്കും കേട്ടോ. പിന്നെ 100 വട്ടം ലാലേട്ടൻ പറഞ്ഞു, ഞങ്ങളല്ല, ജനങ്ങളുടെ അഭിപ്രായമാണ്, പ്രേക്ഷകർ പറയുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ പോയാലും ഒരാൾക്ക് അത് മാനസികമായിട്ട്, പിന്നെ അതൊന്നും ബാധിക്കാത്ത അത്രയും മെന്റൽ ഹെൽത്ത് ഉള്ളവരുണ്ടാവും, മെന്റൽ സ്ട്രെങ്ത് ഉള്ളവരുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ സിബിന് അങ്ങനെ ആയിരിക്കില്ല, ആത്മാഭിമാനം ഉണ്ടാവും. അപ്പൊ പിന്നെ ആകെ ഇങ്ങോട്ട് വെറുത്ത് പോയിട്ടുണ്ടാവും. അതാണ് സംഭവം. അത് ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ തോന്നൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് സീരിയസ് ആയിട്ട്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട, ഇതന്നെ ആയിരിക്കും റീസൺ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസം തന്നെ. അതുകൊണ്ടാണ് ഇപ്പോഴും മനസ്സിനൊരു കട്ടി ഉണ്ടാവില്ല. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, സിബിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാം ആര്യയുടെ അടുത്ത് നോക്കിട്ടോ, ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിബിൻ. അപ്പൊ ആര്യ പോണതിന് മുമ്പേ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുറെ പറഞ്ഞു എനിക്ക് പോകാൻ, പക്ഷെ അവൻ പോയിട്ട് വരട്ടെ, ഞങ്ങളെല്ലാവരും വേണ്ട പറഞ്ഞു. കാരണം ആര്യ എന്ന് പറഞ്ഞ വ്യക്തി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അനുഭവിച്ചത് ഒരുപാട് ഭയങ്കര, അത്രയ്ക്കും സൈബർ മഞ്ജു സുനിച്ചൻ അങ്ങനെ ഒരുപാട്. അപ്പൊ ഈ ആര്യക്ക് അനുഭവിച്ചത് ശരിക്കും കണ്ട ഒരാളായിരിക്കും സിബിൻ. ഇപ്പൊ സിബിന് പേടിയുണ്ടാവും. എന്താ സംഗതി അറിയോ? മെയിനായിട്ട് ഈ ഔട്ട് പോണ എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ക്യാമറ ഇവര് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി ഇതോ അറിയില്ല കേട്ടോ. നമുക്ക് ഇന്നലെ മിനിയാന്നറിയില്ല, രാത്രി നോക്കുന്ന സമയത്ത് നേരത്തെ തന്നെ എല്ലാവരും ഉറക്കം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഒന്നുകിൽ ചിലപ്പോൾ എല്ലാവരും ഉറങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ രാത്രി പുലർച്ചെ 3 മണിയുടെ ഫുട്ടേജ് എടുത്തിട്ട് രാത്രി നമുക്ക് കാണിച്ചൂടെ? കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാൻ കാരണം ഇതൊക്കെ എഡിറ്റഡ് ആണ്, ക്യാമറ കൺട്രോൾ ഇതിന്റെ കയ്യിലാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്നിപ്പോൾ 12 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുക എന്നുള്ളതിന് അർത്ഥം യഥാർത്ഥത്തിൽ 12 മണിക്ക് എല്ലാവരും ഉറങ്ങി ആയിക്കോളുന്നില്ല. ചിലപ്പോൾ അവിടെ വേറെയും കോണ്ടന്റ് നടക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ജാസ്മിനും ഗബ്രിയും പല സംഗതികളും എന്തുണ്ടാവാം. അപ്പൊ സിബിന്റെ കേസിലും അങ്ങനെ ആയിക്കൂടായില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ആ തോന്നൽ മാറ്റി നിർത്തുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്, പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി ആ തോന്നൽ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അത് പേടിച്ചിട്ടായിരിക്കാം. ഓക്കെ, ഏത് പേടിച്ചിട്ട്? അതായത് ഈ ചങ്ങാതിക്ക് പുറത്തേക്ക് പോകണത്, ഈ ഔട്ട് പോകുന്ന സംഭവം കറക്റ്റ് അല്ലല്ലോ എന്ന്
ഔട്ട് എന്താ പോവാന്ന് അറിയില്ലല്ലോ, മാനിപ്പുലേറ്റ് ചെയ്ത് പോയാൽ കഴിഞ്ഞ ജീവിതം. എന്തായാലും നല്ലൊരു ഗെയിമർ പോയി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോയി എന്നല്ലോ, പുറത്ത് പോയി കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. അപ്പൊ പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയില്ല. അതിനിടയ്ക്ക് ഇന്ന് എനിക്കൊരു കമന്റ് വന്നു കേട്ടോ, സിജോ തിരിച്ചു വരാനാണ് വീഡിയോയുടെ ഇടയിൽ ഒരു കമന്റ് വന്നു. അതായത് സിജോന്റെ കൂടെ സിബിനും വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു ആഗ്രഹം അടിപൊളി, അടിപൊളി രണ്ടുപേരും കൂടി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ അന്തവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെയാണോ വരുന്നത്. പിന്നെ അടുത്ത വിഷയം, മറ്റേ ഈ ചങ്ങാതി ഒരു പ്രശ്നം ഉണ്ടാക്കി. അല്ല, മോർണിംഗ് ടാസ്കിൽ ആകെ കൊളായിട്ടോ. ഇന്ന് മോർണിംഗ് ടാസ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും കുട്ടിയുടെ കണ്ടോ മോർണിംഗ് ടാസ്ക്? അതായത് എല്ലാം കള്ളത്തരം പറയണം, എല്ലാം ഒരാളുടെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് കള്ളത്തരം പറയണം. അപ്പൊ നമ്മള് ജിൻഡോ ഒന്ന് വെറുതെ ഇട്ടതാണോ, അത് ജിൻഡോയ്ക്ക് ശരിക്കും സംശയം തോന്നിയതാണോന്ന് അറിയില്ല. റസ്മിനെ കുറിച്ച് റസ്മിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനും റസ്മിനെ ഭയങ്കര കൂട്ടാണ്, ഒക്കെ ഓപ്പോസിറ്റ് ആണല്ലോ പറയണത്. അങ്ങനെ പറഞ്ഞ് തുടങ്ങിയ ആള് പറഞ്ഞു റസ്മിൻ ടിഷ്യൂല് ബാത്റൂമിൽ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ആണല്ലോ, മനസ്സിലായോ? അങ്ങനെ എഴുതി. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര, ഗബ്രിയും ജാസ്മിന്റെയും കോംബോ പൊട്ടയാണ്, ശ്രീത്തും നമ്മളെ അർജുനുള്ള കോംബോ സൂപ്പറാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരാകെ ടെൻഷനായിപ്പോയി. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റസ്മിൻ ആകതായി. അതിനോട് കൂടിയിട്ട് അപ്പം തന്നെ ഗബ്രിക്കൊക്കെ മനസ്സിലായി ഇത് കൈവിട്ട് പോയത്. അതിൽ ഇവർ പറഞ്ഞു ഇത് തീർപ്പാക്കാൻ പറ്റാത്ത കേസാന്നൊക്കെ ഗബ്രി പറഞ്ഞു കേട്ടോ. ഗബ്രിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ, ഒരു നേരം വെളിച്ചമില്ലാത്തൊരു പെൺകുട്ടിയാണ് നോറ എണീറ്റ് വെച്ചിട്ട് പറയണേ, എനിക്കൊരു കാര്യം പറയാണ്ട്, ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ഏതോ നേരത്തെ ഞാൻ എടുത്തു പോയൊരു ഫോട്ടോ, എന്തിനാണ് സ്റ്റാറ്റസ് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ സ്റ്റാറ്റസ് ഇട്ടത് ഇപ്പോഴല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളത് വേറൊരു കാര്യം, അതോ ഇനി ഇവള് വെറുതെ പറഞ്ഞതാണോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോഴേക്കും റസ്മിനൊക്കെ പറഞ്ഞു അതല്ലല്ലോ ഇവിടുത്തെ വിഷയം നോറ, അതല്ലല്ലോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുത്തി. അപ്പോൾ അതിനുശേഷം റസ്മിന് ഇതിന് ടെൻഷനായി. റസ്മിൻ എന്നിട്ട് ബിഗ് ബോസിനോട്, അല്ലെങ്കിൽ റസ്മിൻ അത് അവിടെ വിട്ടാൽ മതിയായിരുന്നു, റസ്മിൻ അത് ബിഗ് ബോസിനോട് പറഞ്ഞു. ഇത് ശരിക്കും ബിഗ് ബോസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, റസ്മിനെ മാത്രമല്ല. കാരണം ബിഗ് ബോസ് അല്ലേ റസ്മിനെ പുറത്ത് കൊണ്ടുപോയത്. അപ്പോൾ റസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നു, അങ്ങനെ പവർ ടീം ഇത് കേസെടുത്ത്, അങ്ങനെ കേസ് എടുത്തിട്ടാണ് ഈ കോംപ്രമൈസ് ആക്കാൻ പറഞ്ഞത് വേഗം ഗബ്രി. അപ്പൊ എന്തായാലും എന്തോ പുറത്ത് പോയിട്ട് റസ്മിൻ എന്തായാലും എന്തോ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ടിഷ്യൂല് എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം ജിൻഡോ ഭയങ്കര ബുദ്ധിമാനാ. ഈ പൊട്ടക്കളി വെറുതെ കളിക്കുകയാണെ, എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്, എന്തോ ഉണ്ട് ഇതില്. അത് ഉറപ്പാണ്. പിന്നെ വീണടുത്ത് കിടന്ന് നല്ല രീതിയിൽ ഉരുണ്ട് വരണ്ട് എണീക്കാൻ നന്നായിട്ട് അറേഞ്ച് ചെയ്യും. ഞാൻ പറയാ ചൂലുമ്പോ കത്തി മുറിച്ചുള്ള സാധനമൊക്കെ കണ്ടു. അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ജിൻഡോനെ ഏകദേശം മനസ്സിലാക്കണം ആദ്യം ചെയ്തത് തെറ്റാണ്, പിന്നെയും കുറേ പൊട്ടം കളിച്ച് നിൽക്കണമൊക്കെ. ജിൻഡോ ബ്രില്യൻറ്റ് ഗെയിമറാണ് കേട്ടോ, കാണുന്ന ആളല്ല. ഒന്നത് പിന്നെ വേറെ എന്താ ഒന്നത് പിന്നെ നോക്ക്, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇരുത്തം കണ്ടോ, ഇവർ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതാണ് ജിൻഡോ സിബിൻ തമ്മിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഈ മൈക്ക് ഊരി വെച്ചിട്ട് ഒരേ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യം പറഞ്ഞു. റസ്മിൻ്റെ ഒക്കെ കേസാണത് അല്ലേ, ഒരേ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് സ്വാഭാവികമായിട്ടും മൈക്ക് ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിക്കാറുള്ള സമയത്ത് ജിൻഡോ കണ്ടു, ഞാൻ കാണിച്ചത് എങ്ങനെ സംസാരിക്കാറുണ്ട്, ജിൻഡോ അങ്ങനെ വരുന്നിട്ട് പറയും. അപ്പോൾ സിബിൻ എടുത്ത് വയ്ക്കുന്നത് ഇതിപ്പോൾ എന്തോ എന്നെ ഉമ്മയ്ക്കാൻ വരുന്ന മാതിരിയാണോ വെച്ചിട്ട് കണ്ടിട്ട് നമ്മുടെ അന്ന് എപ്പിസോഡിൽ കണ്ടത്. അത് കണ്ടവരൊക്കെ മനസ്സിലാവുള്ളൂ. അത് പോട്ടെ, അതാണ്. പിന്നെ സിബിൻ പോയത് വലിയ കഷ്ടമായി. പിന്നെ സിബിന്റെ പോക്കല്ലേ, അതല്ലാതെ കഷ്ടമായി പോയി. സിബിന് ഹെൽപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. ശരിക്കും സിബിന് മാനസികമായിട്ട് ഭയങ്കര, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ആർമികളൊക്കെ ഭയങ്കര സജീവമാണ് സിബിന് അഗെയിൻസ്റ്റ് ആയിട്ട്. സ്വാഭാവികമായിട്ടും ജബ്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ആർമികളൊക്കെ ഇപ്പൊ സിബിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് പിന്നെ വേറെ എന്താ, പിന്നെ ഇന്നത്തെ ടാസ്ക്, ഇടി ടാസ്ക്. ഇന്നലെ പ്രൊമോ കണ്ട സമയത്ത് ഞങ്ങൾ വിചാരിച്ചു, നമ്മൾ പറയും ചെയ്തില്ല, അഭിഷേക് മിക്കവാറും മറ്റവരെ പിടിച്ചു ഫിസിക്കൽ ടാസ്ക്, മറ്റേ എന്താ പറയാ, ഫിസിക്കൽ അസോൾട്ട് കളിച്ചത്. അടിപൊളി ഗെയിമായിരുന്നു, നന്നായി കളിച്ചു. ജിൻഡോയും അഭിഷേകും ഒക്കെ നന്നായി കളിച്ചു, സായി ഒക്കെ കളിച്ചു കേട്ടോ. അവര് അങ്ങനത്തെ ടാസ്ക് വന്ന അഭിഷേക് സൂപ്പറാ. അഭിഷേകും സായി ജിൻഡോ ഒക്കെ സൂപ്പറാ, നന്നായി കളിച്ചു. പിന്നെ ഇന്നൊരു ബലൂൺ കെട്ടിയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫൺ ഗെയിം ആയിരുന്നു. എല്ലാവരുടെയും കാല് 2 ബലൂൺ കെട്ടിയിട്ട് ചവിട്ടി പൊട്ടിക്കണം. അതിൽ ഋഷിയും അർജുനും നന്നായി കളിച്ചു. ലാസ്റ്റ് ഋഷി, അർജുനും അഭിഷേകും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വിൻ ചെയ്തത് അർജുൻ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ഋഷി അതാണ് പിന്നെ ഉണ്ടായ. പിന്നെ സായി പ്രത്യേകിച്ച് സ്ഥിതിയൊന്നുമില്ല. എനിക്ക് ആ ചങ്ങനെ കാണുമ്പോഴേ സങ്കടം തോന്നുന്നൊരു കാര്യം പറയട്ടെ, അവൻ്റെ മുടിയും താടിയും ഞാൻ ഇതിൽ പറയാൻ പാടുമോ എന്നറിയില്ല, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം കേട്ടോ.
ഞാൻ കണ്ട സമയത്ത് പെട്ടെന്ന് ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴേ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ അല്ല സായിക്ക് ഭംഗി പണ്ടത്തേയിരുന്നു. സായി ഭംഗിയുടെ അല്ല വിധോ, ഭംഗിയുടെ അല്ല. ഞാൻ സായിക്കൊരു ഒരു ഗൗരവമായിട്ടുള്ള ഒരു ഫിഗറാണ് സായി. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ സായി പുറത്ത്, പക്ഷെ സായി ആയിട്ടാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. പാവാണ് അത് കേട്ടോ അല്ലേ വിധോ. പക്ഷെ എന്താ വെച്ചാൽ ആ താടിയും പഴയ മുടി സ്റ്റൈൽ കൊണ്ടാണ് സായി വന്നു വെച്ചാൽ ഒന്നും കൂടി ഒരു ദമ്മുണ്ടായിരുന്നു അല്ലേ, ഞാൻ അങ്ങനെ ഫീൽ ചെയ്യാം. പക്ഷേ ചങ്ങായി പാവാട്ടോ അല്ലേ, അതിനുള്ളിലൊരു പാവായിട്ടിരിക്കും തോന്നി. ഞാൻ വിചാരിച്ച പോലത്തെ സായി അല്ല, പാവാണ്. എല്ലാരോടും അതിന് വലിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാനോ വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടാനോ ഇഷ്ടമല്ല. അതൊരു ഈ ബിഗ് ബോസ് ഫസ്റ്റ് തന്നെ ഇവരൊക്കെ ഒന്ന് ഒതുക്കിയതാണോ? കാരണം അഭിഷേകും അതെ ഒക്കെ ഒരു അഭിഷേകിനെ ശരിക്കും ഒതുക്കി. ആ കാർഡ് അഭിഷേകിന് ഇപ്പൊ പേടിയാ, അടുത്ത കാർഡ് വന്നപ്പോണ്ടേ അത് വമ്പം മൂവാട്ടോ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി. പക്ഷെ എന്താ ഇപ്പൊ ബിഗ് ബോസിന് വേണ്ടത്? വെറുതെ ഇങ്ങനെ കളിക്കേ. എനിക്കാണെങ്കിൽ അർജുന്റെയും അതേപോലെ അർജുൻ, റസ്മിൻ, അപ്സര ഇവരുടെ ഒന്നും ഗെയിം ഇപ്പൊ ഇഷ്ടമാവണേ ഇല്ല. എനിക്ക് അവരൊക്കെ ഒരു നെഗറ്റീവ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ പ്രത്യേകിച്ച് ഗെയിം കളിച്ചിട്ടല്ല, പക്ഷെ അർജുൻ ഇവരെ ഇടയിൽ നിൽക്കണു. അർജുനോടൊക്കെ ഒരു പ്രതീക്ഷ ഇഷ്ടമുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് പോയി. പക്ഷെ ബിഗ് ബോസിന് വേണ്ട ഇതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. അയ്യോ ഗബ്രിനെ കണ്ടില്ലേ രാത്രി? ഗബ്രി എക്സോസ്റ്റ് ഫാൻ ക്യാമറേന്റെ ഹോട്ടലിലൂടെ എഴുതിയിട്ട് ലവ് എഴുതുന്നു, ഹൃദയം തുറന്നു കാണിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഹൃദയം തുറന്ന് ഇഷ്ടപ്പെട്ടു. രാത്രി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇവളെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നും ഇവളെയാണ് പറഞ്ഞത് ഒന്നും കൂടി പുറത്ത് വന്നിട്ട് ആലോചിച്ചിട്ട് പോരെ അഫ്സൽ എന്ന് പറഞ്ഞ പയ്യനെ ഒഴിവാക്കാൻ എന്നുള്ളത്. ഹൃദയം തുറന്ന് കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ശരിക്കും ഇഷ്ടത്തിലാണ്. ഇവരെ ശരിക്കും ജാസ്മിന് പുറത്തൊരു അഫെയർ ഒരു ഉറപ്പിച്ചു വെച്ചിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളില്ല. അവൾക്കും ഇഷ്ടമായിട്ട് ഉറപ്പിച്ചു വെച്ചതാണല്ലോ. അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവരുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം? ഒരു എതിർപ്പില്ല. കാരണം എന്താ വെച്ചാൽ അവരിഷ്ടമാണ് ഒരാണ് പെണ്ണ അത്രയും പ്രായമുള്ളവർ അവർക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് മാത്രം ഈ ഒരു വൃത്തികെട്ട കളി കളിക്കുക, ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് വെറുതെ പറയും ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് കരയുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇടയ്ക്ക് പറയുക ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയും ഒന്ന് വന്നിട്ടേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. ഇങ്ങനെ നുണ പറയുക, എന്നിട്ട് പിന്നെ ഇവനോട് ഇഷ്ടം പോലെ ശരിക്കും കാണിക്കുക. അതുകൊണ്ടാണ് ജാസ്മിന് നെഗറ്റീവ് ആയത്. അത് നീ നമ്മളിവനോട് പറയണ്ട അവിടെ അടുത്ത് വന്നിരിക്കും. ജാസ്മിൻ ഫാൻസിന് വേണ്ടി പറഞ്ഞാൽ അല്ല ഫാൻസ് അല്ല, അടുത്ത് വന്നിരിക്കാറുണ്ട്. അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ട്. ഗബ്രിൻ്റെ ഗിറ്റാറിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ട് ഗബ്രി ഇങ്ങനെ പാടണം കേട്ടോ. ഗബ്രി ഇങ്ങനെ പാടുകയാണ്, പറയാണ് മറ്റേ വാരണമായത്തിലെ ഡയലോഗ്, മാലിനി മൈ നെയിം ഇസ് കൃഷ്ണൻ നൊന്തോന്ന് പറയും. അതിൽ കാര്യമായിട്ട് റൊമാൻറ്റിക് ആയിട്ടാണ് ഗബ്രി പറഞ്ഞത്. അതിൽ ജാസ്മിൻ അതിന് ഇത് സൊല്ലിയ ആകണം എന്തേലും ചെങ്ങായി വായിക്കരുത്, അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുമോ കീബോർഡ് വായിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വോട്ടെവർ. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളല്ലോ ഇതൊന്ന്. വേറെ എന്താ പ്രത്യേകിച്ച്? റൊമാൻസ് ഉണ്ടായിരുന്നു രാത്രി കുറച്ചു നേരം, നല്ല രീതിയിൽ റൊമാൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യട്ടെ, കണ്ടന്റ് കൊടുക്കട്ടെ, എത്ര മാത്രമേ പറയാനുള്ളൂ നല്ല രീതിയിൽ. പിന്നെ സിജോന്റെ കംബാക്ക് വീഡിയോ ഞാൻ ഇട്ടിരുന്നു, കൂടുതലൊന്നും പറയാനില്ല. എങ്ങനെങ്കിലും രണ്ടാളെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് പവറാക്കുക, എന്നിട്ട് ദയവ് സിബിനും വരിക, ജിൻഡോ വരിക, പഴയതിനേക്കാളും പവർ. സിബിനും ജിൻഡോ അല്ല സിൻഡോ അല്ല സിജോ സിബിനും സിജോ തിരിച്ചു വരിക അല്ലേ, നല്ല അടിപൊളിയായിട്ട് കളിക്കുക. മറ്റേ മഞ്ഞക്കാട് പിൻവലിക്കുക. എന്ത് അഭിഷേകിൻ്റെ മഞ്ഞക്കാട് യെല്ലോ കാർഡ് പിൻവലിച്ചു, അതിൻ്റെ കാലാവധി കഴിഞ്ഞു പറയുക. ഇതൊക്കെയാണ് പറയുക. പിന്നെ സായി ദയവ് ഇത് ഇനിയെങ്കിലും അതിനൊരു വണ്ടിയോ കാറോ എന്താ വെച്ചാൽ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ദയവ് ഇത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലുള്ള ഒരു പാവായിട്ടോ. അഭിഷേകും സായിയൊക്കെ നല്ല പയ്യന്മാരാണ്. സായി അങ്ങനെ ഒരു പഞ്ചാരടിയോ അങ്ങനത്തെ അതും പറയണല്ലോ, പറയുമ്പോ ഒക്കെ പറയണല്ലോ. ഗെയിം മാത്രം ഗെയിമറെ മാത്രം നോക്കിയിട്ട് വരില്ല, അവന്റെ പേഴ്സണൽ ലൈഫ് ആകുമ്പോൾ നമുക്ക് അറിയണ കാര്യമാണല്ലോ സായിയുടെയൊക്കെ. അപ്പോൾ അതൊക്കെ ആ ഒരു കാര്യത്തിൽ വളരെ എക്സ്ട്രാ ഡീസൻ്റ് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. ആരും എന്തൊക്കെ പറയുമെങ്കിലും ചങ്ങാതി പോട്ടെ, വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ബാക്കി അടുത്തിരുന്ന് കാര്യമായിട്ട് കോണ്ടന്റ് ഒന്നും ഉണ്ടായില്ല. ബിഗ് ബോസ് നമുക്ക് അതിനനുസരിച്ച് കോണ്ടന്റ് ബിഗ് ബോസ് തരുമ്പോൾ നമ്മൾ അതിന് ഡബിൾ പവർ ട്രിപ്പിൾ പവറിൽ തരും. ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള അടിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര രസമാണെന്ന് എല്ലാവരും പറഞ്ഞതിൽ ഭയങ്കര കോംപ്ലിമെന്റ്സ് ഉണ്ട്. ഇതാണ് ഒന്നും കൂടി രസം എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാൻ വെക്കിഞ്ഞ് വിഷമം തോന്നുമെന്ന് വിചാരിച്ച് പറയാതിരിക്കുകയാണെന്ന് ചെറിയൊരു സംശയം. അല്ല ഇത് അങ്ങനെ കുറച്ച് കമൻറ്റുകളുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ടാന്ന് വെച്ച് കുറച്ച് ഞാൻ ചില കമൻറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
നിങ്ങളുടെ അറിവോടുകൂടി ശരിക്കും ഡിലീറ്റ് ചെയ്തോ? ഞാൻ എന്താ അറിയുമോ, ചില ആൾക്കാർ എന്നെ പുകഴ്ത്തുന്നുണ്ട്. എനിക്ക് പ്രശ്നം സത്യം ചില ആൾക്കാർ ഇപ്പം അന്ന് ഇല്ല എനിക്ക് സത്യമൊക്കെ പിന്നെ സത്യം തുടങ്ങി. അതായത് ചില ആൾക്കാർക്ക് എൻ്റെ അതിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്കത് ഇഷ്ടമാണല്ലോ. ഒന്നുമില്ല, എല്ലാവരും ഒരു രണ്ടുപേരും നല്ല രസമുണ്ടെന്നാ പറഞ്ഞത്. ചിലവരൊന്നും രസം. ഞാൻ എണ്ണി നോക്കി 9 ആൾക്കാർ അന്വേഷിട്ടുണ്ട്, എനിക്കൊരു 16 ആൾക്കാരുണ്ട്. അപ്പോൾ 5 ആൾക്കാർ എനിക്ക് കൂടുതലാണ്. ഗുഡ് നൈറ്റ് അല്ല, ഗോഡ് ബ്ലെസ് കേട്ടോ. ടേക്ക് കെയർ. അടുത്തൊരു എപ്പിസോഡ് കാണാം.